വേദന അറിഞ്ഞ നാഥ, നീയല്ലാതെ എനിക്കാരുള്ളൂ. എൻ്റെ ഏകാന്തതയിലെനിക്കാശ്വാസമായി മകൾ സ്നേഹം മറ്റാർക്കുള്ളൂ. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് വാക്ക് തന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീണ്ടും ഞങ്ങളുടെ ക്രിസ്തീയ വന്ദനങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലിരുന്ന് കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്ന എല്ലാ ഞങ്ങളുടെ വാത്സല്യ സഹോദരി സഹോദരന്മാർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. 11ാം എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ ദൈവമായ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. സമാഗമന കൂടാരം എന്ന് പറയുന്ന ഈ പഠന പരമ്പരയിൽ 10 എപ്പിസോഡിൽ ദൈവം നമ്മോട് കൂടെയിരുന്നു. കാണുന്നവരായ എല്ലാവരോടും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കുവാൻ നമ്മുടെ കണ്ണുകളടയ്ക്കാം. കരുണയുള്ള കർത്താവേ, ഈ എപ്പിസോഡിൽ ഞങ്ങൾ വീണ്ടും ഒരുമിച്ചാകുന്നു. കർത്താവിൻ്റെ ഹിതപ്രകാരം വചനം സംസാരിക്കുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. ഇത് കേൾക്കുന്ന എല്ലാവരുമേലും അവരെന്ന് കേൾക്കുന്നോ അന്ന് അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ സത്യങ്ങളെ ഗ്രഹിച്ച് കർത്താവിന് വേണ്ടി അധികം ശോഭിക്കുവാനും ധൈര്യത്തോടെ കാലുകൾ വയ്ക്കുവാനും എല്ലാവരെയും സഹായിച്ചാട്ട്. ഇതിൻ്റെ സ്പോൺസേഴ്സ്, ഹാർവസ്റ്റ് TV എല്ലാ മെമ്പേഴ്സ് എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ സ്തുതിക്കുന്നു. യേശു തമ്പുരാൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ എപ്പിസോഡിൽ പാളയമടിക്കുന്ന വിധമാണ് നമ്മൾ ചിന്തിച്ചത്. പാളയമടിക്കുന്ന വിധത്തിൽ അന്തർലീനമായിരിക്കുന്ന അർത്ഥങ്ങളും ആഴങ്ങളും ചിന്തിക്കുവാൻ അല്പമായി ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഈ സമാഗമന കൂടാര പഠന പരമ്പര ഏതാണ്ട് 12 ചാപ്റ്ററിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു വർഷത്തിലധികം നീളുന്ന പരമ്പരയായതുകൊണ്ട് അത് ഓർത്ത് പഠിക്കേണ്ടവർക്ക് ഞങ്ങൾ എഴുതിയ പുസ്തകം സമാഗമന കൂടാരം കൂടെ വെച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഞങ്ങൾ ആദ്യം ഓർപ്പിച്ചു. അവർ കൂടെ ഈ എപ്പിസോഡുകൾ കാണുമ്പോൾ ആ ചാപ്റ്ററിൽ കൂടെ പോകേണ്ട വണ്ണമാണ് ഞങ്ങൾ ഈ ക്ലാസ്സുകൾ ക്രമീകരിക്കുന്നത്. ചാപ്റ്റർ 1 എപ്പിസോഡ് 2, 3, 4, ചാപ്റ്റർ 2 എപ്പിസോഡ് 5, ചാപ്റ്റർ 3 എപ്പിസോഡ് 6, 7, ചാപ്റ്റർ 4 എപ്പിസോഡ് 9, 10 മുൻപോട്ടുള്ള എപ്പിസോഡുകളും അതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ ചാപ്റ്ററായിട്ട് ഞങ്ങളിത് ക്രമീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് പുസ്തകം കൂടി വെച്ച് പഠിക്കേണ്ടവർക്ക് ഇത് പ്രയോജനപ്പെടും. ഈ സമാഗമന കൂടാരത്തിൻ്റെ ക്ലാസ് ടെലിവിഷൻ എടുക്കുവാൻ ഉത്സാഹിപ്പിച്ച കുവൈറ്റിലെ ന്യൂ ലൈഫ് AG ചർച്ചിലെ മെമ്പേഴ്സ്, പാസ്റ്റർ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, വിശ്വാസികൾ, നിങ്ങളെല്ലാവരും ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കർത്താവിൻ്റെ വചനം ശക്തമായി ലോകത്തോട് വിളിച്ചറിയിക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. യുദ്ധം ചെയ്യുന്നവനും വസ്ത്രം കാക്കുന്നവനും കൂലി പങ്കിടുന്ന കർത്താവ് ഇതിന് പിൻപിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപോലെ കൂലി പങ്കിടണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സുവിശേഷകനാണ് ഞാൻ. അതുകൊണ്ട് കർത്താവ് ഇതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും തരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൂടാരം അടിക്കുന്നതിൽ വളരെ ആഴമായ അർത്ഥങ്ങൾ അന്തർലീനമായിരിക്കുന്നു. ദൈവം പറഞ്ഞത് നിങ്ങളുടെ നടുവിൽ വസിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം അവരോട് കൽപ്പിച്ചു, നിങ്ങൾ പാളയമടിക്കുമ്പോൾ ഞാൻ പറയുന്നത് പോലെ എൻ്റെ കൂടാരത്തോടെ, എൻ്റെ സന്നിധിയോടെ, അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യത്തോടെ വളരെ അടുത്ത് പാർക്കണം.
ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യമാണ് തൻ്റെ മക്കളോട് ചേർന്ന് വസിക്കുക എന്നുള്ളത്. പക്ഷെ പിശാച് ആഗ്രഹിക്കുന്നത് എങ്ങനെ ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിൽ നിന്നും അകറ്റി കൊണ്ടുപോകാം. അതുകൊണ്ടാണ് പിശാചിൻ്റെ തന്ത്രങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. ആ തന്ത്രങ്ങളെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും മനസ്സിലാക്കി നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ. സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റും പാളയമടിക്കുന്ന വിഷയം പറയുമ്പോൾ, കർത്താവ് പഠിപ്പിക്കുമ്പോൾ, അതിൻ്റെ വടക്ക് ഭാഗത്തും തെക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും ലേവി ഗോത്രത്തിൽപ്പെട്ടവരാണ് പാളയമടിക്കേണ്ടത്. വടക്ക് ഭാഗത്തെ മേരാരിയുടെ കുടുംബവും തെക്ക് ഭാഗത്തെ കേഹാത്തിൻ്റെ കുടുംബവും പടിഞ്ഞാറ് ഭാഗത്തെ ഗർശോന്യ കുടുംബവുമാണ് പാളയമടിക്കേണ്ടത്. പക്ഷേ സമാഗമന കൂടാരത്തിൻ്റെ കിഴക്ക് ഭാഗത്തെ, സമാഗമന കൂടാരത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ്, കിഴക്ക് ഭാഗത്തെ അഹരോനും കോമ മോശയും പുത്രന്മാരും എന്ന് കാണുവാൻ കഴിയും. എന്താണ് ഇതിൽ പോലും അന്തർലീനമായിരിക്കുന്ന അർത്ഥം? കഴിഞ്ഞ ദിവസത്തിൽ ഞാനത് ഓർപ്പിച്ചു എന്ന് ചിന്തിക്കുന്നു. എഫേസ്യ ലേഖനത്തിലെ 5 ശുശ്രൂഷ ഗണത്തെ 4 ഗണത്തിലാക്കിയിരിക്കുന്നതിൽ 4-മത്തെ ചിലരെ എന്ന് പറയുന്നതിലെ ഉപദേഷ്ടാവും ഇടയനും ആണ് അഹരോനെയും ആ കോമായിട്ട് മോശയെയും കാണിച്ചിരിക്കുന്നത്. മറ്റ് 3 ചിലരെയിൽ മറ്റ് ശുശ്രൂഷകന്മാർ ഉൾപ്പെടുമ്പോൾ അഹരോനും മോശയും പുത്രന്മാരും അവസാനത്തെ ചിലരെ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്നു. ദൈവത്തിൻ്റെ ശുശ്രൂഷാഗണം ദൈവത്തോട്, കൂടാരത്തോട്, പെട്ടകത്തോട്, ദൈവത്തോട് അടുത്ത് പാർക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവം ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ അതിനുശേഷം ഇസ്രയേൽ ഗണം കൊടി അടയാളത്തിൻ്റെ കീഴിൽ ഓരോ ഭാഗത്തും 3 ഗോത്രങ്ങൾ വീതം പാളയമിറങ്ങണമെന്ന് നമ്മൾ കണ്ടു. കിഴക്ക് ഭാഗത്ത് യഹൂദാ ഗോത്രത്തിൻ്റെ കൊടിക്കീഴിൽ ഇസാഗാറും സെബുലൂനും പാളയമിറങ്ങണമെന്നും, വടക്ക് ഭാഗത്തെ ദാനിൻ്റെ കൊടിക്കീഴിൽ അശേറും നഫ്താലിയും പാളയമിറങ്ങണമെന്നും, തെക്ക് ഭാഗത്ത് രൂബേൻ്റെ കൊടിക്കീഴിൽ ഗാദും ശിമിയോനും പാളയമിറങ്ങണമെന്നും, പടിഞ്ഞാറ് ഭാഗത്തെ എഫ്രൈമിൻ്റെ കൊടിക്കീഴിൽ ബെന്യാമിനും മനേശയും പാളയമിറങ്ങണമെന്നും നമ്മൾ കണ്ടു. ഇവിടെയൊക്കെ ആഴമായ അർത്ഥങ്ങളുണ്ട്. ഈ 12 ഗോത്രങ്ങളെ പ്രതിനിധീകരിച്ച് ഏഫോദിൽ 12 രത്നങ്ങളും പതിച്ചിരിക്കുന്നു. ആ 12 രത്നങ്ങളുടെ സ്വഭാവം അനുസരിച്ച്, അല്ലെങ്കിൽ ഇസ്രയേൽ ഗോത്രങ്ങൾ 12 ഗോത്രങ്ങളുടെ സ്വഭാവം അനുസരിച്ച്, അവരുടെ മൂല്യമനുസരിച്ച്, അവരുടെ ആരാധനയുടെ അല്ലെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ക്രമം അനുസരിച്ചൊക്കെയാണ് ആ ഏഫോദിലെ 12 കല്ലുകളും കൊടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ദൈവം എത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ 12 കല്ലുകളെക്കുറിച്ചും അതിൻ്റെ ആഴമായ അർത്ഥങ്ങളെക്കുറിച്ചും സങ്കീർത്തനം 133 പ്രതിപാദിക്കുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ അടുത്ത ഏതാനും എപ്പിസോഡുകളിൽ ഞങ്ങൾ ആ ഭാഗം വിവരിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. പാളയമടിക്കുന്നതിൽ ദൈവം എന്താണ് ഇത്ര കൃത്യതയായിട്ട് കാര്യങ്ങൾ പറയുവാൻ കാര്യം? പാളയമടിക്കുന്നതിൽ ദൈവത്തിന് ചില ശുഷ്കാന്തിയുണ്ട്, ചില കൃത്യനിഷ്ഠയുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 1, ദൈവത്തിന് നമ്മുടെ നടുവിൽ വസിക്കണം. 2, ദൈവത്തിന് ചുറ്റും ദൈവം സ്നേഹിക്കുന്ന മക്കൾ ഉണ്ടായിരിക്കണം. 1, ദൈവത്തിന് നമ്മുടെ മധ്യത്തിൽ വസിക്കണം. 2, ദൈവത്തിന് ചുറ്റും ദൈവം സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾ, മക്കൾ ഉണ്ടായിരിക്കണം. അത് ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ്. ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ആഗ്രഹം എപ്പോഴും കുഞ്ഞുങ്ങൾ അടുത്തുണ്ടാകണമെന്നുള്ളതാണ്.
എന്ന് പറഞ്ഞ പോലെ ദൈവവും ആഗ്രഹിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്തോടെ ചേർന്ന് നിൽക്കണം. അതിന് വേറൊരർത്ഥം കൂടി ഞാൻ കൊടുക്കട്ടെ. ദൈവത്തിന് ചുറ്റും നമ്മുടെ സംരക്ഷണവും ഉണ്ടാകണം. ഈ ഭാഗം ഞാൻ ആ വാക്ക് പറഞ്ഞപ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നിയേക്കാം. ദൈവത്തിന് എന്തിനാണ് സംരക്ഷണം? പണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട നായനാർ സാർ എവിടെയോ ഒരു പള്ളിയിൽ എന്തോ പ്രശ്നമുണ്ടായപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, ദൈവത്തിന് എന്തിനാണ് പാറാവ്? ആ ചോദ്യത്തിന് ഒരു മറുപടി ആരെങ്കിലും കൊടുത്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എന്നാൽ സമാഗമന കൂടാരം ആ ചോദ്യത്തിനും ഉത്തരം കൊടുക്കുന്നു. ഞാൻ ഈ സംരക്ഷണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചിലർക്കെങ്കിലും അത് മനസ്സിലായി കാണുകയില്ല. അത് ഞാനൊന്ന് വിവരിക്കട്ടെ. ഞാൻ ഉദ്ദേശിച്ച സംരക്ഷണം എന്ന് പറയുന്നത് ഈ കൂടാരത്തിനകത്ത് കോടാനുകോടി രൂപയുടെ തങ്കവും പൊന്നും വെള്ളിയും താമ്രവും എല്ലാം കൊണ്ടുള്ള ഉപകരണങ്ങളുണ്ട്. പക്ഷേ ആ കൂടാരത്തിൻ്റെ മതിൽക്കെട്ടുകളോ ഒന്നുമില്ലാതെ പ്രാകാരത്തിന് മറശ്ശീലയും വാതിൽ മറയും തിരശ്ശീലയും മറശ്ശീലയും ഒക്കെ കൊണ്ടാണ് ഈ കൂടാരം ക്രമീകരിച്ചിരിക്കുന്നത്. കോടാനുകോടി മൂല്യമുള്ള ഈ വസ്തുക്കളൊക്കെ സംരക്ഷിക്കണമായിരുന്നു എങ്കിൽ ദൈവത്തിന് അതിൻ്റേതായ വഴികളുണ്ടായിരുന്നു. യെരുശലേം ദേവാലയത്തിൻ്റെ പണിയും മറ്റുള്ള പണികളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന് അങ്ങനെ ഒരു പണി ചെയ്തതിനെ സംരക്ഷിക്കാമായിരുന്നു. പക്ഷെ ദൈവം ഉദ്ദേശിച്ച സംരക്ഷണം അതല്ല. നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ സമാഗമന കൂടാരം വാസ്തവമായതിൻ്റെ പ്രതിബിംബമാണ്. ഇത് പുതിയ നിയമസഭയുമായിട്ടും പല വിഷയങ്ങളുമായിട്ടും കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് അതിൻ്റേതായ അർത്ഥത്തിലാണ് ഇവിടെ കാര്യങ്ങൾ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. നാം ഒക്കെയും ദൈവത്തിൻ്റെ സംരക്ഷകരെന്ന് പറയുമ്പോൾ കൃപായുഗത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചിലതുണ്ട്, ന്യായപ്രമാണ യുഗത്തിലും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചിലതുണ്ട്. 1 കൊരിന്തി 4-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വാക്യം ഞങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തൻ എണ്ണിക്കൊള്ളട്ടെ. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരുമെന്ന് ഓരോരുത്തനും എണ്ണിക്കൊള്ളണം. രക്ഷിക്കപ്പെട്ടു ദൈവത്തിൻ്റെ മകനെന്ന് അവകാശപ്പെടുന്ന ഓരോ വ്യക്തിയും എണ്ണണം, ഞാൻ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകനാണ്. നമ്മുടെ മക്കൾക്കൊക്കെ നമ്മുടെ വസ്തുക്കളെക്കുറിച്ചും നമ്മുടെ സ്വത്തുക്കളെക്കുറിച്ചും അറിയാമെങ്കിൽ നാം ഒക്കെയും ദൈവത്തിൻ്റെ ഗ്രഹത്തിലെ വിചാരകന്മാരാണ്. ഗ്രഹത്തിൻ്റെ ഓരോ കാര്യങ്ങളും അറിയേണ്ട നമ്മുടെ കടമയാണ്. ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉപദേശത്തിൻ്റെ സൂക്ഷിപ്പുകാരാണ് നമ്മൾ. ദൈവം ഇടപെടേണ്ടിടത്ത് ഇടപെടും, പ്രവർത്തിക്കേണ്ടിടത്ത് പ്രവർത്തിക്കും. എന്നാൽ നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർണ്ണതയോടെ ചെയ്യുന്നു എന്ന് 10ൻ്റെ സംഖ്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെ പറഞ്ഞിരുന്നു, അത് ദൈവത്തിൻ്റെ ഇടപാടിൻ്റെ പൂർണ്ണത സംഖ്യയാണ്. അല്ലെങ്കിൽ ദൈവം മനുഷ്യരെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളുടെ പൂർണ്ണതയുടെ സംഖ്യയാണ്, ഇടപാടിൻ്റെ പൂർണ്ണതയുടെ സംഖ്യയാണ് 10. പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ ഒത്തിരി ഉദാഹരണങ്ങൾ എനിക്ക് പറയുവാനുണ്ടെങ്കിലും നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ സൻബല്ലത്തും തോബിയാവും ഗേശേമും ഒക്കെ കൂടി നെഹമ്യാവിൻ്റെ പണി മുടക്കുവാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നു. ആ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ യഹൂദ പ്രഭുക്കന്മാരുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന ആളായിരുന്നു ഈ സൻബല്ലത്ത്. നെഹമ്യാവ് 6:17. ആരഹിൻ്റെ മകൻ
ശെഖന്യാവിൻ്റെ മരുമകനായിരുന്നു. സൻബല്ലത്തിൻ്റെ മകൻ യോഹനാൻ വിശുല്ലാമിൻ്റെ മകളെ വിവാഹം കഴിച്ചിരുന്നു. 6:18 നമുക്ക് കാണുവാൻ കഴിയും. പ്രാകാര അറകളുടെ മേൽവിചാരകനായിരുന്ന എല്യാശീബ് പുരോഹിതൻ തോബിയാവിൻ്റെ ബന്ധുവായിരുന്നു. അതുമാത്രമല്ല, ആരാബ്യർ, അസ്തോദ്യർ, അമോന്യർ എന്ന് പറയുന്ന ജാതിക്കാര് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് സൻബല്ലത്തിൻ്റെയും തോബിയാവിൻ്റെയും പിൻപിലുണ്ടായിരുന്നു. ആ സൻബല്ലത്തിനോടും തോബിയാവിനെയും നേരെ നിന്ന് ജയിച്ചാണ് നെഹമ്യാവ് ദേവാലയം പണിയുന്നതും മറ്റും. സൻബല്ലത്ത് നെഹമ്യാവിനെ യെരുശലേമിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്റർ ദൂരമുള്ള ഓനോ സമഭൂമിയിലേക്ക് സന്ധ്യസംഭാഷണം വിളിക്കുമ്പോൾ നെഹമ്യാവ് പറയുന്നുണ്ട്, നോ, ഞാൻ വരില്ല. കാരണം എൻ്റെ ദൈവത്തിൻ്റെ വ്യവസ്ഥ വിട്ട്, ദൈവത്തിൻ്റെ പ്രമാണം വിട്ടവരോട് ചേർന്നുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല. നെഹമ്യാവ് 6:10 നമ്മൾ വായിക്കുമ്പോൾ, പിന്നെ ഞാൻ മെഹത്തലേബിൻ്റെ മകനായ ദലയാവിൻ്റെ മകൻ ശെമയ്യാവിൻ്റെ വീട്ടിൽ ചെന്നു. അവൻ കതകടച്ച് അകത്തിരിക്കുകയായിരുന്നു. നാം ഒരുമിച്ച് ദൈവാലയത്തിൽ മന്ദിരത്തിനകത്ത് കടന്ന് വാതിലടയ്ക്കുക, നിന്നെ കൊല്ലുവാൻ വരുന്നുണ്ട്, നിന്നെ കൊല്ലുവാൻ അവർ രാത്രിയിൽ വരുമെന്ന് പറഞ്ഞു. ശെമയ്യാവിൻ്റെ വീട്ടിൽ നെഹമ്യാവ് ചെല്ലുമ്പോൾ ശെമയ്യാവ് കതകടച്ചിരിക്കുകയാണ്. നെഹമ്യാവിനോട് ശെമയ്യാവ് പറയുന്നു, നിന്നെ കൊല്ലുവാൻ ആൾ വരുന്നു, നമുക്ക് എത്രയും പെട്ടെന്ന് പോയി ദേവാലയത്തിൽ പോയി കതകടച്ച് ഒളിച്ചിരിക്കാം. അവിടെ നെഹമ്യാവ് പറയുന്ന ഒരു വാക്കാണ് എന്നെ വളരെ ഈ ഭാഗത്തേക്ക് ചിന്തിപ്പിക്കുന്നത്. നെഹമ്യാവ് 6:11 ഇങ്ങനെ പറയുന്നു, എന്നെപ്പോലെ ഒരാൾ ഭയപ്പെട്ട് ഒളിച്ചോടുമോ? ഞാൻ ഭയപ്പെട്ട് അങ്ങനെ പ്രവർത്തിച്ച് 6:13 പാപം ചെയ്യേണ്ടതിനും മറ്റുള്ളവർ എന്നെക്കുറിച്ച് ദൂഷണം പറയുവാൻ ഇടവരുത്തേണ്ടതിനാണിത്. ദൈവത്തിൻ്റെ ജനമേ, പിശാചിൻ്റെ തന്ത്രങ്ങൾ അങ്ങനെയാണ്. അതും ഇതുമൊക്കെ പറഞ്ഞ് നമ്മളെ വേലയിൽ നകത്താൻ നോക്കുമ്പോൾ, ഇല്ലാത്തത് പറഞ്ഞ് പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് നമ്മളെ അകത്തുവാൻ നോക്കുമ്പോൾ ശ്രദ്ധിക്കണമേ, നെഹമ്യാവിനെ പോലെ ഒരാൾ ഒളിച്ചോടുമോ? അവിടെ എൻ്റെ വിഷയം ഇതാണല്ലോ, നെഹമ്യാവ് സംരക്ഷകനായി നിൽക്കുകയാണ്. അത് നെഹമ്യാവ് ചെയ്തുവെങ്കിൽ പുതിയ നിയമത്തിലും നമ്മളെയൊക്കെയും ആ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. 1 തിമോഥെയോസ് 6:20 നമ്മളിങ്ങനെ വായിക്കുന്നു, നിന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ഈ ഉപനിധി കാക്കേണ്ടത് നമ്മുടെ കടമയാണ്. എഫേസ്യ ലേഖനം 6:14 സത്യം അരക്കി കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിൻ്റെ ചെരുപ്പ് ധരിച്ചും വിശ്വാസം എന്ന പരിചയും രക്ഷ എന്ന ശിരാസ്ത്രവും അണിഞ്ഞുകൊണ്ട് ഈ ശത്രുവിനോട് നമ്മൾ പോരാടണം. അങ്ങനെ ദൈവം നമ്മുടെ മധ്യത്തിൽ വസിച്ചു എങ്കിൽ കിഴക്ക് അല്ലെങ്കിൽ ദിക്കിന്, ഏതെങ്കിലും ദിക്കിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? വാസ്തവമായ സ്വർഗത്തിലും പ്രതിബിംബത്തിലും നമ്മുടെ ദൈവം നടുക്ക് മധ്യത്തിൽ വസിക്കുന്നുവെങ്കിൽ മത്തായിയുടെ സുവിശേഷം 18:20 വായിക്കാം. മത്തായി 18:20 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത് പുതിയ നിയമസഭയിൽ, 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാനുണ്ട്. എന്താണ് 2 3 പേർ എന്ന് പറയുവാൻ കാരണം? ദൈവം ഈ 2 3 പേരെന്ന് പറയുവാൻ കാര്യം സഭയെ ഉദ്ദേശിച്ച. അത് കേൾക്കുമ്പോഴും ചിലർക്ക് ചിരി വരും. കാരണം 1000, 500, 2000, 8000 ഒക്കെ മെമ്പർഷിപ്പുള്ള സഭയെ കണ്ടുകൊണ്ട് 2 പേരുടെ സഭ എന്താണ്? അതിൻ്റെ തെളിവ് തന്നുകൊണ്ട് ഞാൻ ആ ഭാഗത്തുനിന്നും പോകട്ടെ. തോമസ് അപ്പോസ്തലൻ കേരളത്തിൽ വരുമ്പോൾ ഒരൊറ്റ വിശ്വാസി പോലും ഇവിടെ ഇല്ലായിരുന്നു. കാളിയാങ്കൽ, പകലേമറ്റം, ശങ്കരപുരി എന്ന് വേണ്ടയുള്ള ഏതെങ്കിലും കുടുംബങ്ങളിലൊക്കെ പോയി സുവിശേഷം പറഞ്ഞ് എത്രയോ ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞായിരിക്കാം ഒരു വ്യക്തി ആദ്യമായിട്ട് തോമസ് അപ്പോസ്തലൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. പക്ഷേ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അദ്ദേഹം ഏകനായിട്ടാണെങ്കിലും ഇരുന്ന് അദ്ദേഹം ആരാധിക്കുമായിരുന്നു. അത് വ്യവസ്ഥയാണ്. അപ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലായിരുന്നു. കൊരിന്ത്യർ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ 1 കൊരിന്ത്യർ 3:16 നാം ദൈവത്തിൻ്റെ മന്ദിരം എന്ന് കാണുന്നു. 2 കൊരിന്ത്യർ 6:19 നമ്മൾ കാണുന്നു നാം ദൈവത്തിൻ്റെ മന്ദിരമാണ്. പക്ഷേ ആരാധനയ്ക്ക് 2 പേരോ അതിലുമായി കഴിയുമ്പോൾ ദൈവം മത്തായിൽ നമ്മളോട് വെളിപ്പെടുത്തി തന്നു, ഞാൻ
നിങ്ങളുടെ നടുവിൽ, 2 3 പേർ കൂടുന്നതിൻ്റെ നടുവിൽ ഞാൻ കടന്നു വരും. ദിക്കുകൾക്ക് എന്താണ് പ്രത്യേകത? സങ്കീർത്തനം 75:6 ഞാൻ വർഷങ്ങൾക്ക് മുൻപ് പഠിച്ച് നോട്ടുകൾ തയ്യാറായിട്ടുള്ളതാണ്. സങ്കീർത്തനം 75:6 കാണുന്നു, കിഴക്ക് നിന്നല്ല, പടിഞ്ഞാറ് നിന്നുമല്ല, തെക്ക് നിന്നുമല്ല രക്ഷ വരുന്നത്. പിന്നെ എവിടെ നിന്നാണ് രക്ഷ വരുന്നത്? ഇല്ലാത്ത ഒരു ദിക്ക് അവിടെ വടക്കാം. സങ്കീർത്തനം 107:2 കിഴക്കും പടിഞ്ഞാറും വടക്കും കടലിലുമുള്ളവരെ കൂട്ടിച്ചേർക്കുന്നതിനെ കുറിച്ച് പറയുന്നു. എസെക്കിയേൽ 43:2 ദൈവ തേജസ് കിഴക്ക് വഴിയായി വന്നു എന്ന് പറയുന്നു. മത്തായി 24:27 മിന്നൽ കിഴക്ക് നിന്ന് വന്നു എന്ന് പറയുന്നു. ഉൽപ്പത്തി 2:8 കിഴക്ക് ഏദനിൽ എന്ന് പറയുന്നു. ഇത്രയും ഭാഗങ്ങൾ പ്രധാനമായും കിഴക്കിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോൾ സത്യമായ വേറൊരു കാര്യം കൂടിയുണ്ട്. കിഴക്ക് പിന്മാറ്റത്തെ കാണിക്കുന്നു. ഉൽപ്പത്തി 4:16 വായിച്ചു കേൾപ്പിക്കുന്നു. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കായീൻ കിഴക്കോട്ട് യാത്ര ചെയ്തു. ഏദനിൽ നിന്നും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും കായീൻ ദൈവസന്നിധി വിട്ടപ്പോൾ അവൻ്റെ യാത്ര കിഴക്കോട്ടായിരുന്നു. 11:1 നിമ്രോദും കൂട്ടരും കിഴക്കോട്ട് യാത്ര ചെയ്ത് ശിനാർ ദേശത്തെത്തിയെന്ന് നമ്മൾ കേൾക്കുന്നു. വായിച്ചാട്ടെ 11:1. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ഷീനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കൂടിയിരുന്നു. എസെക്കിയേൽ പ്രവചനം 8:16 അവർ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യദേവനെ നമസ്കരിക്കുന്നതായിട്ട് കാണുന്നു. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണമേ, വായിച്ചു കേൾപ്പിക്കുന്നു. മുതുക് യഹോവയുടെ സന്നിധിയുടെ നേരെയുമായിരുന്നു. വായിച്ചാട്ടെ പ്ലീസ്. അവൻ എന്നെ യഹോവയുടെ ആലയത്തിൻ്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിൽക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവേ ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക യഹോവയുടെ മന്ദിരത്തിന് നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. അവർ കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. ആ ഭാഗം കൂടുതലായി വിവരിക്കാൻ ഈ എപ്പിസോഡിൽ എനിക്ക് സമയം ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. കിഴക്ക് പിന്മാറ്റത്തെ കാണിക്കുന്നു. കിഴക്ക് സൂര്യ നമസ്കാരികളുടെ ദിക്കായിരുന്നു എന്ന് തിരുവചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയും. നിമ്രോദിൻ്റെ ഭാര്യയായ ചന്ദ്രദേവി ആകുന്ന സെമിറാമിസും അവളുടെ മകനായ തമ്മൂസും, ആ തമ്മൂസായിരുന്നു സൂര്യദേവൻ. സൂര്യദേവനെ ആരാധിക്കുന്ന ഒരു വലിയ ഗണക്കൂട്ടം ലോകത്തിലുണ്ടായി. ഇസ്രയേൽ ജനവും നല്ല ശതമാനവും അവരോട് ചേർന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇസ്രയേൽ ഗോത്രത്തിൽ 19 രാജാക്കന്മാർ ഭരിച്ചതിൽ 19 പേരും സൂര്യദേവനെ നമസ്കരിക്കുന്നവരായിരുന്നു, അല്ലെങ്കിൽ പാപം ചെയ്തവരായിരുന്നു. യഹൂദ ഗോത്രത്തിൽ 20 രാജാക്കന്മാർ ഭരിച്ചതിൽ 8 പേരൊഴികെ ബാക്കിയുള്ളവരെല്ലാം പാപത്തിൽ, അല്ലെങ്കിൽ ഈ സൂര്യദേവനെ വണങ്ങുവാൻ പോയി. പടിഞ്ഞാറിന് എന്താണ് പ്രത്യേകത? സംഖ്യാപുസ്തകം 2:18 മോശയും അഹരോനും സമാഗമന കൂടാരത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പോയി പാർത്തു. പക്ഷെങ്കിൽ അവർ പടിഞ്ഞാറോട്ട് തിരിഞ്ഞാണ് നിന്നത്. ആരാധനയ്ക്ക് വേണ്ടി അഹരോനും കൂട്ടരും കിഴക്ക് നിന്നും സമാഗമന കൂടാരൻ്റെ അകത്തേക്ക് വന്നത് പടിഞ്ഞാറോട്ടാണ് വന്നത്. പുരോഹിതൻ യാഗരക്തവുമായിട്ട് സമാഗമന കൂടാരത്തിനകത്തേക്ക് പോയി തിരശീലയുടെ മുൻപിൽ പോയി രക്തം തളിച്ചപ്പോൾ പടിഞ്ഞാട്ട് നോക്കി നിന്നാണ് യാഗം കഴിച്ചത്, രക്തം ചൊരിഞ്ഞത്. വടക്കിന് എന്താണ് പ്രത്യേകത? യെശയ്യാവ് 14:13 പിശാച് പറയുന്നു, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മേൽ കൂടുവയ്ക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനം ഉത്തരദിക്കിലാണോ? സങ്കീർത്തനം 48:2 ഉത്തരഗിരിയായ സിയോൻ പർവ്വതം. യെശയ്യാവ് 43:6 വടക്കിനോട് തരിക, തെക്കിനോട് തടുത്തു വെക്കരുതെന്ന് പറയുന്നു. അപ്പോൾ തരേണ്ടത് വടക്കല്ലേ? എസെക്കിയേൽ 1:4 ദർശനം കാണുമ്പോൾ വടക്ക് നിന്നും യഹോവയുടെ തേജസ്സിൻ്റെ പ്രത്യക്ഷത എസെക്കിയേൽ കാണുകയാണ്. ഇയ്യോബ് 26:7 ഉത്തര ദിക്കിനെ ദൈവം ശൂന്യത്തിന്മേൽ നിർത്തിയിരിക്കുന്നു. ഇവിടെ ഈ ദിക്കുകളെക്കുറിച്ച് പഠിച്ചപ്പോൾ പിശാച് പറയുന്നു, ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മേളിൽ ഞാൻ സിംഹാസനം വെക്കുമ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനം എവിടെയാണ്? ഉത്തരദിക്കിലാണോ? അതുപോലെ തന്നെ ദർശനം എസെക്കിയേൽ കാണുമ്പോൾ 1:4 ദർശനം വടക്ക് നിന്നും വരുന്നു. അപ്പോൾ യഹോവ വടക്കാണോ? ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 26:7 ഉത്തരദിക്കിനെ ശൂന്യത്തിന്മേൽ നിർത്തിയിരിക്കുന്നു. അതിശാസ്ത്രീയമായും പറയുവാനുണ്ട്, പക്ഷെ ഞാൻ അവിടേക്ക് കടക്കുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്.
ദൈവത്തിന് സ്തോത്രം. എന്തെങ്കിലും ദിക്കിന് പ്രത്യേകത കാണുന്നുവെങ്കിൽ അത് വടക്കിനാണെന്ന് വചനം വെച്ച് ഞങ്ങൾ തെളിയിക്കുന്നു. പക്ഷേ കിഴക്കിന് എന്തൊക്കെയോ എങ്ങനെയൊക്കെയോ പ്രത്യേകത വന്നുവെങ്കിൽ അത് സൂര്യ നമസ്കാരത്തിൽ നിന്നും പിശാച് നമ്മളെ തെറ്റിക്കാൻ ചെയ്ത ഒരു പരിപാടിയും പടിയിൽ നിന്നുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാലാഖി പ്രവചനം 2:14 ഇങ്ങനെ കാണുന്നു: നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ ഞാൻ സാക്ഷിയായിരുന്നു. ദി ലോർഡ് ഹാസ് ബീൻ വിറ്റ്നസ് ബിറ്റ്വീൻ യു ആൻഡ് ദി വൈഫ്. ഷീ ഈസ് യുവർ കമ്പാനിയൻ ആൻഡ് യുവർ വൈഫ് ബൈ കവനന്റ്. ഉഭയസമ്മതത്താൽ, ഉടമ്പടിയാൽ ഭാര്യ ഭർത്താവായി തീർന്നിരിക്കുന്ന ഭാര്യയോടും ഭർത്താവിനോടും പറയുകയാണ്, നിങ്ങൾ കൈകൊടുത്ത് ഉഭയസമ്മതം ചെയ്തപ്പോൾ അതിൻ്റെ മധ്യത്തിൽ വിറ്റ്നസ്സായി നിന്നത് പാസ്റ്ററല്ല, വിശ്വാസികളല്ല, യഹോവയാം ദൈവം അല്ലെങ്കിൽ നമ്മുടെ ദൈവമായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെയും ദൈവം നടുക്കാണ് വന്ന് നിൽക്കുന്നത്. ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ചില ഭാഗങ്ങൾ കൂടി ഞങ്ങൾക്ക് ഓർപ്പിക്കാനുണ്ട്. ദൈവം അനുവദിച്ചാൽ അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ ചിന്തിക്കുന്നതാണ്. ഈ സമാഗമന കൂടാരത്തിൽ ദൈവം മോശയോട് പറഞ്ഞ കൽപ്പന നാം മറന്നു പോകരുത്: എനിക്ക് നിങ്ങളുടെ നടുവിൽ വസിക്കണം. ഇത് വാസ്തവമായതിൻ്റെ നിഴലായിരുന്നു, പ്രതിബിംബമായിരുന്നു. വാസ്തവമായ സ്വർഗസിംഹാസനത്തിലും ദൈവം സിംഹാസനത്തിൽ വസിക്കുമ്പോൾ 4 ജീവികൾ ചുറ്റിനും സഞ്ചരിക്കുമായിരുന്നു. സമാഗമന കൂടാരത്തിൽ ദൈവം കൃപാസനത്തിന് മേൽ, അതിവിശുദ്ധ സ്ഥലത്ത് പെട്ടകത്തിന്മേൽ വസിക്കുമ്പോൾ തൻ്റെ ജനമാകുന്ന ലേവി ഗോത്രക്കാരും അതിനു പുറത്ത് താൻ തിരഞ്ഞെടുത്ത 12 ഗോത്രങ്ങളിൽപ്പെട്ട ദൈവജനവും പാർക്കുമായിരുന്നു. കൃപായുഗത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ കഴിയും, ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ മധ്യത്തിലാണ് ഞാൻ വസിക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളെ, എൻ്റെ വാത്സല്യ കേൾവിക്കാരെ, ആത്മാർത്ഥമായി ഞങ്ങൾ പറയട്ടെ, സമാഗമന കൂടാരം നിഴലും പൊരുളുമാണ്. നിഴലിൽ ദൈവം മധ്യത്തിൽ വസിക്കുന്നുവെങ്കിൽ പൊരുളിലും ദൈവം നമ്മുടെ മധ്യത്തിൽ വസിക്കും. കൃപായുഗം വിശുദ്ധ സ്ഥലത്തിൻ്റെ പൊരുളാകുമ്പോൾ, പ്രാകാരം ന്യായപ്രമാണത്തിൻ്റെ നിഴലായിരുന്നപ്പോൾ അത് കഴിഞ്ഞുപോയി എങ്കിൽ കൃപായുഗം, മുൻകൂടാരം കൃപായുഗത്തിൻ്റെ നിഴലാണ്. കൃപായുഗത്തിലും നാം ദൈവത്തിന് ചുറ്റും വസിക്കണം. ദൈവം നമ്മുടെ മധ്യത്തിലാണ്. നമ്മുടെ മധ്യത്തിലുള്ള ദൈവത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ എപ്പിസോഡിൽ ഒരുമിച്ചായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. എല്ലാ പ്രേക്ഷകരെയും ദൈവം തന്ന അധികാരത്തിലും കൃപയിൽ നിന്ന് അനുഗ്രഹിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവേ, ഇത്രത്തോളം സമയം ഞങ്ങൾ അങ്ങയുടെ വചനം ശ്രവിക്കുവാൻ, ശ്രദ്ധിക്കുവാൻ, ഒക്കെ ചിന്തിക്കുവാനൊക്കെ ഞങ്ങൾക്ക് അവസരം തന്നല്ലോ. കർത്താവേ, അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നിറച്ചാട്ടെ. വചനത്തിൻ്റെ ആഴമായ ദർശനങ്ങളെ ഞങ്ങൾക്ക് തന്നാട്ടെ. ഞങ്ങളെ എല്ലാവരെയും ശക്തീകരിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എന്നേശുവേ, നീ എന്നെയും നടത്തുന്നതാ നിൻ വഴിയിൽ നിത്യം ഞാൻ നടന്നിടുവാ. എന്നേശുവേ, നീ എന്നെയും നടത്തുന്നതാ നിൻ വഴിയിൽ നിത്യം